മഴതോറും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന ആഗ്രഹിച്ച ആ ഒരു മാറ്റം അവളുടെ വീട്ടിൽ സംഭവിക്കുകയാണ്. അലീനയെ സ്വന്തം ചേച്ചിയായി അംഗീകരിക്കാനും സ്നേഹിക്കാനും അനിയത്തിമാരും അനിയനും തയ്യാറായി കഴിഞ്ഞിരുന്നു. രോഹിത്തിൻ്റെ അസുഖം ഭേദമാവുന്നതിനൊപ്പം തന്നെ ആ വീട്ടിൽ വൈജയന്തി ഒഴികെ മറ്റെല്ലാവരും അലീനയെ നെഞ്ചോട് ചേർക്കാണ്. അവൾ സ്വന്തം ചോരയാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ അവർ ആ ഒരു ബന്ധം അംഗീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രന് വലിയ ആശ്വാസവും സന്തോഷവുമാണ് തോന്നുന്നത്. എന്നാൽ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തത് വൈജയന്തിക്ക് മാത്രമാണ്. തൻ്റെ മക്കൾ അലീനയുമായി തടയുന്നത് എങ്ങനെയെങ്കിലും തടയണമെന്ന വാശിയിലാണ് അവർ. അതിനായി അവർ കണ്ടുപിടിച്ച വഴി എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കുക എന്നായിരുന്നു. പക്ഷേ ബബിതയോ രോഹിതോ അതിന് തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, അലീനയെയും അച്ഛനെയും കുറിച്ച് മോശമായി സംസാരിച്ച വൈജയന്തിക്ക് അവർ രണ്ടുപേരും ചേർന്ന് നല്ല തക്ക മറുപടിയും കൊടുത്തു. ഇത് വൈജയന്തിയെ ആകെ തളർത്തി കളഞ്ഞു. എന്തിനും ഏതിനും തൻ്റെ കൂടെ നിന്നിരുന്ന മക്കൾ പോലും ഇന്ന് തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. ആ പെണ്ണിന് വേണ്ടി തന്നോട് തർക്കിക്കുന്നു എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഈ വൈജയന്തി ആരാണെന്ന് എല്ലാവരും കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് തന്നെ തൻ്റെ ദേഷ്യം മുഴുവൻ ബാലചന്ദ്രനോട് തീർക്കാൻ അയാളുടെ മുറിയിലേക്കങ്ങ് ഇരിച്ചു കയറി ചെല്ലാണ് വൈജയന്തി. ബാലചന്ദ്രൻ ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിനാന്നാവോ മഹാറാണി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ പരിഹാസ രൂപേണ ചോദിച്ചു. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ, ഏയ് നിങ്ങളൊക്കെ വലിയ തറവാട്ടുകാരല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ എന്നായിരുന്നു ബാലചന്ദ്രൻ്റെ മറുപടി. ഇത് വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിച്ചു. എനിക്കെൻ്റെ മക്കളെ വിട്ടുതരണമെന്ന് അവരാക്രോശിച്ചു. അതിന് ഞാൻ ആരെയും ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. നിന്റെ കൂടെ അവർ വരാൻ തയ്യാറാണെങ്കിൽ നീ അവരെ കൊണ്ടുപോയിക്കോ എന്ന് ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. നിങ്ങളും ആ പെണ്ണും കൂടി ചേർന്ന് എൻ്റെ മക്കളെ മയക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് അവരെയും കൂട്ടിക്കൊണ്ട് തന്നെ വീട് വിടണം എന്നൊക്കെ വൈജയന്തി ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ബാലചന്ദ്രൻ്റെ ക്ഷമ നശിച്ചു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് അയാൾ താക്കീത് നൽകി. സൂക്ഷിച്ചില്ലെങ്കിൽ താൻ എന്നെ എന്ത് ചെയ്യുമിടോ എന്ന് ചോദിച്ചു വൈജയന്തി അങ്ങ് തട്ടിക്കയറി. വൈജയന്തി, ഞാൻ നിന്നോട് വഴക്കിനൊന്നും വരുന്നില്ല. എനിക്ക് കുറച്ച് സമാധാനം വേണം. നീയും മക്കളും കൂടി അത് ഇന്നേ വരെ എനിക്ക് തന്നിട്ടില്ല. നിന്റെ കൂടെ വരാൻ രോഹിത്തും ബബിതയും തയ്യാറാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. എനിക്കതിൽ യാതൊരുവിധ പരാതിയുമില്ല. നിന്റെ സഹോദരന്മാരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. അല്ലാതെ എന്നോട് കുറയ്ക്കാൻ നീ ഇങ്ങോട്ടേക്ക് വരണ്ട. നീ എന്തു പറഞ്ഞാലും അലീന ഈ വീട്ടിൽ തന്നെ കാണും. നിനക്ക് മനസ്സിലാവാത്ത സത്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിന്റെ കൂടെ വരാത്തത്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ തൽക്കാലം ഈ മുറിയിൽ നിന്നും ഇറങ്ങിത്തരാൻ അത്രയും സമാധാനം എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് കടുപ്പിച്ചു പറഞ്ഞു. അല്ലെങ്കിലും എനിക്കിവിടെ താമസിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി തൻ്റെ ആ ഒരു പഴയ കുടുംബ മഹിമ അങ്ങ് വിളമ്പാൻ തുടങ്ങി. താൻ ജനിച്ചു വളർന്ന വീടിൻ്റെ ഉമ്മറത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളായിരുന്നു നിങ്ങൾ. ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. എല്ലാവരും കൂടി എന്നെ തലയിലങ്ങ് കെട്ടിവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പുച്ഛത്തോടെ പറഞ്ഞു. താൻ ചതിച്ച ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് എന്ന ബോധം അവർക്കില്ലായിരുന്നു. ബാലചന്ദ്രന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തന്നെ വഞ്ചിച്ച ഒരുവൾ തൻ്റെ മുന്നിൽ നിന്ന് അഹങ്കാരം പറയുന്നത് കണ്ടപ്പോൾ അയാൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. നിർത്തടി നിന്റെ പുരാണം. നീ ആരാണെന്നാ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് ആക്രോശിക്കുമ്പോൾ വൈജയന്തി ഒന്ന് വിറച്ചുപോയി. ബാലചന്ദ്രൻ്റെ ഈ ഒരു ഭാവം അവർ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നീയും നിന്റെ വീട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ എന്നെ ചതിക്കുമായിരുന്നു എന്ന് അയാൾ അങ്ങ് വിളിച്ചു പറഞ്ഞു. 23 വർഷമായി നീ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. നിന്നെ വിവാഹം കഴിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീ ആ സ്നേഹം തകർക്കുകയാണ് ചെയ്തത്. മറ്റൊരാളുടെ വിരിപ്പാണ് ഞാൻ ചുമക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ആഗ്രയിൽ പോയി നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല എന്നാണോ നിന്റെ വിചാരം? ആഗ്രയിൽ സ്റ്റാൻലി എന്നൊരാളുടെ കൂടെ നീ കഴിഞ്ഞതും ആ അഴിഞ്ഞാട്ടമൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. ഇതെല്ലാം കേട്ട് വൈജയന്തി ആകെ സ്തംഭിച്ചു പോയി. എന്തു പറയണമെന്നറിയാതെ അവളിങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. നീയും നിന്റെ അച്ഛനും ആങ്ങളമാരും കൂടിയിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചു. എന്നെപ്പോലെ ഒരാളെ സ്വപ്നം കാണാൻ പോലും നിനക്ക് അന്ന് അർഹതയില്ലായിരുന്നു. എന്നിട്ട് നീ എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ മക്കളെയും എൻ്റെ വീട്ടുകാരെയും ചതിച്ചു. എന്നിട്ടിപ്പോൾ നീ വലിയ പുണ്യാളവതിയായിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരും താഴ്ന്നവരും അല്ലേ? നിന്റെ മുന്നിൽ ഇങ്ങനെ തൊഴുതു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബാലചന്ദ്രനെയാണ് നീ കണ്ടതെങ്കിൽ നിനക്ക് തെറ്റി വൈജേ. ഇനി മുതൽ ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക. വേണമെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം. അന്ന് ആ സത്യം പറഞ്ഞ നിമിഷം തന്നെ നീ എൻ്റെ ഭാര്യയല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരാളുടെ കൂടെ കഴിഞ്ഞൊരുവളെ എനിക്കൊരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യയായി എനിക്കിനി നിന്നെ വേണ്ട. നീ എപ്പോഴോ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നത് അന്ന് നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ഞാൻ ഈ ബന്ധം പിരിയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അന്ന് നീയും നിന്റെ കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ആ നാണക്കേട് ഓർത്തു വെച്ചോ. ഇത്രയും കാലം നീ കണ്ട ബാലചന്ദ്രനായിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. മാന്യമായി ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ മിണ്ടാതെ ഒതുങ്ങി ഒരു മൂലയിലങ്ങ് ഇരുന്നോളണം. ഇനി മേലാൽ എൻ്റെ മെക്കെട്ട് കയറാൻ ഇങ്ങോട്ടേക്ക് വരരുത്. വന്നാൽ ഞാൻ ആരാണെന്ന് നീ അറിയും.
അലീനയും എന്നെയും പറ്റി നീ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച നിന്റെ ഭൂതകാലം ഞാൻ ഓരോരുത്തരുടെയായിട്ട് അറിയിക്കും. ഈ സത്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്കും അറിയാം. രാജീവനും ശിവേട്ടനും ഗംഗേട്ടനും എല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നിന്നെ പിന്തുണക്കുന്നത്. നിന്റെ മക്കളെങ്കിലും നീ ആരായിരുന്നു എന്ന് അറിയാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലമൊക്കെ ക്ഷമിച്ചത്. അലീനയെ നോക്ക്, അവൾ എത്രയോ നല്ല പെൺകുട്ടിയാണ്. അവളുടെ യഥാർത്ഥ സ്വത്തും കൂടി നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. കണ്ടവൻ്റെ കൂടെ കിടക്ക പങ്കിട്ട് നീ ഇനി മറ്റുള്ളവരെ ഉപദേശിക്കാനൊന്നും വരണ്ട. ആദ്യം നീ നിന്റെ അഹങ്കാരങ്ങൾ മാറ്റിവെച്ച് ഒരു സ്ത്രീയായി ജീവിക്കാൻ നോക്ക്. മക്കളെ സ്നേഹിക്കാൻ പഠിക്ക്. പോയി നിന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നോക്ക്. ഇറങ്ങിപ്പോ എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് ആട്ടിയിറക്കി. മറുപടിയൊന്നും പറയാൻ വാക്കുകളില്ലാതെ വൈജയന്തി ആകെ തകർന്നു പോവാണ്. 23 വർഷം താൻ മറച്ചുവെച്ച ആ രഹസ്യം ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ ശരിക്കും അങ്ങ് തളർത്തിക്കഴിഞ്ഞു. ആ കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, ആരോട് പറയണമെന്നറിയാതെ അവൾ മുറിയിലെ കട്ടിലിൽ അങ്ങ് തല ചായ്ച്ചു വന്നിരുന്നു. നാളെ ഇനി എങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കും? മക്കളെല്ലാവരും ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുറത്താക്കില്ലേ എന്ന ഭയം അവളെ വേട്ടയാടി തുടങ്ങി. പ്രകോപിപ്പിക്കാൻ ചെന്ന വൈജയന്തിക്ക് ബാലചന്ദ്രൻ നൽകിയ വല്ലാത്തൊരു താക്കീതായിരുന്നു അത്. ആ താക്കീത് അവരുടെ സമനില തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന സ്വന്തം മകളാണ് എന്ന ആ ഒരു വലിയ സത്യം അയാൾ ഇതുവരെയായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. മുറിയിലെ ആ കട്ടിൽ തളർന്നിരിക്കുമ്പോഴും വൈജയന്തിയുടെ കാതുകളിൽ ബാലചന്ദ്രൻ്റെ ആക്രോശങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിൻ്റെ കൊട്ടാരം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണത് അവർക്ക് വിശ്വസിക്കാനായില്ല. പുറത്ത് ഹാൾ മുറിയിൽ അലീനയും രോഹിത്തും ബബിതയൊക്കെ ചിരിച്ച് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് തന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും വൈജയന്തി സംശയിച്ചു. അടുത്ത ദിവസം രാവിലെ പതിവിലും നേരത്തെ തന്നെ എഴുന്നേറ്റ് അലീന അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യുന്നത് കണ്ട് ബാലചന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കണ്ണുകളിൽ പഴയതിനേക്കാൾ വലിയൊരു വാത്സല്യം അന്ന് അലീന കണ്ടു. മോളെ, നിനക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട്. ആരെയും നീ പേടിക്കണ്ട എന്ന് അയാൾ ഉറക്കെ പറഞ്ഞത് മുകളിലത്തെ നിലയിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്ന വൈജയന്തിക്ക് അത് ചങ്കിൽ തറച്ചത് ഒരു മുള്ളുപോലെയായി തോന്നി. വൈകുന്നേരമായപ്പോഴേക്കും വൈജയന്തിയുടെ സഹോദരന്മാരായ ഗംഗാധരനും ശിവേട്ടനും അങ്ങോട്ടേക്കെത്തി. ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്ന വാർത്ത അവരെയും ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ വൈജയന്തിയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് അവർ ബാലചന്ദ്രൻ്റെ പക്ഷത്താണ് നിന്നത്. വൈജയ്, നീ ചെയ്ത തെറ്റുകൾക്ക് കാലം തരുന്ന ശിക്ഷയാണിത്. ബാലചന്ദ്രൻ ഇത്രയും കാലം നിന്നോട് ക്ഷമിച്ചല്ലോ, അതാണ് അത്ഭുതം, ഗംഗാധരൻ കടുപ്പിച്ചു പറഞ്ഞു. അവിടെ വെച്ച് ബാലചന്ദ്രൻ ഒരു നിർണായക തീരുമാനമെടുത്തു. അലീനയെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാക്കാൻ തന്നെ ബാലചന്ദ്രൻ തീരുമാനിച്ചു. ഇത് കേട്ട് രോഹിത്തും ബബിതയും സന്തോഷത്തോടു കൂടി തന്നെ കൈയടിക്കുമ്പോൾ വൈജയന്തിക്ക് അവിടെ നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. കൃഷ്ണമോളും ഒരുപാട് സന്തോഷത്തിലായി. എങ്കിലും തൻ്റെ തനി സ്വരൂപവും സ്വന്തം മക്കൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിക്ക് മിണ്ടാതെ അനുസരിക്കേണ്ടി വന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വൈജയന്തിയുടെ തണലിൽ വളർന്നിരുന്ന അഹങ്കാരം മെല്ലെ മെല്ലെ ഭയന്ന് വഴിമാറി. അലീന ഓരോ തവണയും കാണുമ്പോഴും തൻ്റെ രഹസ്യം അവൾ അറിയുമോ എന്നോർത്തുകൊണ്ട് അവർ വിറച്ചു. ഒടുവിൽ ആ രാത്രിയിൽ ആരും കാണാതെ വൈജയന്തി ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം ബാലേട്ടാ, മക്കൾ ഇതൊന്നും ഒരിക്കലും അറിയരുത്. ഞാൻ ഒന്നിനും വരില്ല. അവർ ആ ഒരു കുറ്റമെല്ലാം തന്നെ ഏറ്റുപറഞ്ഞു. അന്നേരം ബാലചന്ദ്രനൊന്നും മിണ്ടിയില്ല. അയാൾ ജനലിലൂടെ പുറത്തേക്ക് നിലാവിലേക്ക് നോക്കി നിന്നു. അയാളുടെ മനസ്സിൽ അലീനയുടെ മുഖം മാത്രമായിരുന്നു. വൈജയന്തി എന്ന പുണ്യവതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണതോടുകൂടി തന്നെ ആ വീട്ടിൽ സമാധാനം തിരികെ വന്നു. അലീനയുടെ കണ്ണുകളിലെ ആ ഒരു തിളക്കം കണ്ടപ്പോൾ സത്യം വിജയിക്കാൻ കുറച്ച് വൈകിയെങ്കിലും അത് നൽകുന്ന സമാധാനം വലുതാണ് എന്ന് ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു. അവസാനം അലീന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി ആ വീട്ടിൽ തന്നെ വാഴുമ്പോൾ വൈജയന്തി തൻ്റെ ഭൂതകാലത്തിൻ്റെ നിഴൽ ഒതുങ്ങിക്കൂടി തന്നെ ജീവിക്കാൻ പഠിച്ചു. അലീന ആരാണെന്നുള്ള ആ ഒരു വലിയ സത്യം ബാലചന്ദ്രൻ തൻ്റെ നെഞ്ചിൽ തന്നെ കാത്തു സൂക്ഷിച്ചു. പക്ഷേ അവളുടെ ഓരോ വളർച്ചയിലും പിതാവിൻ്റെ അഭിമാനത്തോടു കൂടി തന്നെ അയാൾ കൂടെ നിന്നു. അങ്ങനെ മഴതോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.